ഇങ്ങനെ ധൃതി വെക്കാതെ കാര്യം പറ, കേൾക്കുന്നില്ല ശരിക്ക്. എന്നാ അവിടെ ഒച്ചപ്പാട്? തോമസ് അല്ലേ, എനിക്ക് മനസ്സിലായി. എങ്ങനെയുണ്ട് ബ്ലേഡ് കമ്പനിയൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടോ? അതെയോ? ഓഡിറ്റോറിയം കത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എത്രയും പെട്ടെന്ന് വന്നോന്നല്ലേ. എന്നെ പട്ടി വരും മെച്ചു പോയിക്കണം. അപ്പോൾ നിന്നോട് 2000 രൂപ കടഞ്ഞു വെച്ചിട്ടിരിക്കുന്നോ? ഞാൻ അങ്ങോട്ട് പരിശീലല്ലേ നിന്റെ ഒരു കൊള്ളാമല്ലോ. വരാം. നിന്നോടല്ലടാ വരാമെന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആളോട് പറഞ്ഞാൽ മെച്ചു പോടാ. ഒരു ഓഡിറ്റോറിയം 10 പൈസ തരികയല്ല. അവിടെ കത്തിക്കൊണ്ടിരുന്നപ്പോൾ അവരാവശ്യം വന്നപ്പോഴത്തേക്കും ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? നമ്മളിപ്പോൾ പൈസ എവിടെയെങ്കിലും ഒരു ഇച്ചിരി പൈസ എന്തെങ്കിലും കടോ എന്തെങ്കിലും ചോദിക്കണോ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ആൾക്കാരെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരല്ലേ തരണ്ടേ? പിന്നെ അവരെ തരണ്ടേ? നിന്നല്ലോ ഒരു ഇച്ചിരി തരാൻ. അല്ല, എൻ്റെ കയ്യിലുള്ള പൈസ ഞാൻ എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കണം. മനസ്സിലായല്ലോ സാർ. ഞാൻ ഡേഞ്ചറസ് ടി വി എന്ന് വരുന്നതാണ്. എങ്ങനെ ഡേഞ്ചറസ് ടി വി? ആയിക്കോട്ടെ. എൻ്റെ പേര് ഷിബു. കത്തുണ്ട്, ടി വി കത്തിക്കൊണ്ടിരിക്കുക. സാറിൻ്റെ സാർ ഇമോഷണൽ ആകണ്ട. ഞാനൊരു അഭിമുഖം എടുക്കാൻ വേണ്ടി വന്നു. അപ്പോൾ സാറിനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. സാറിന് അതിന് വ്യക്തമായിട്ടുള്ള മറുപടി എനിക്ക് തരണം. അതെ, ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നെ, ഞാൻ ഇപ്പോൾ ഓഫീസിൽ പോകാനായിട്ട് ഡ്രസ്സ് ഇട്ടോണ്ടിരിക്കുവല്ലായിരുന്നു. സാർ ഈ തൊപ്പിയും മെൽറ്റും വരെ വെച്ചാൽ വേണേ ഇട്ടാച്ചും. ഇല്ല, അതൊന്നും വേണ്ട സാർ. ഈ ഡ്രസ്സ് മതി. നാച്ചുറൽ ചോദിക്കണം. അവിടെ വല്ലവരും കത്ത് പിടിച്ചിട്ടുണ്ട്? ഇല്ല. സാർ വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ ഞാനുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അത്രയും. ഭാര്യയും മക്കളുണ്ട്. ഒരു കുട്ടിയും 2 ഭാര്യയും ഞാനും. പറഞ്ഞിട്ടുണ്ട് എല്ലാം പിടിക്കല്ലേ അവര്? അതെ. അല്ല, അത് തെറ്റിപ്പോയല്ലോ. ഇല്ല സാർ, അത് ഡ്രിം ചെയ്യും, നമ്മൾ കട്ട് ചെയ്യും. അതെ. ഞാൻ ഒന്നുകൂടി ചോദിച്ചു. ഓക്കെ സാർ, സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഇതുപോലെ തന്നെ ഞാനും ഉണ്ട്, 2 ഭാര്യ, ഒരു കുട്ടി. ശരി. അയ്യോ, അതും തെറ്റിപ്പോകുന്നുണ്ട്. അങ്ങനെ തെറ്റിപ്പോണേ. ഞാനൊന്നുകൂടെ ചോദിക്കാം, അവർ കട്ട് ചെയ്തോളും. ഞാൻ ആയിക്കോട്ടെ കേട്ടോ. അറിയാം. സാറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ ഞാനും ഉണ്ട്, എൻ്റെ 2 ഭാര്യമാരും ഉണ്ട്, ഒരു കൊച്ചും ഉണ്ട്. കറക്റ്റ്. 2 കുട്ടികൾ. സാറേ, എത്ര വർഷമായി ഈ രംഗത്ത് നിലനിൽക്കാൻ തുടങ്ങി? ഈ ഫയർഫോഴ്സ് രംഗത്ത് എത്ര വർഷമായി? ഞാനൊരു 55-60 കൊല്ലം. 60 കൊല്ലം. അത് ശരി. സാറിന് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? ഇപ്പോൾ എനിക്ക് 47 കഴിഞ്ഞിട്ടുണ്ട്. 47 കഴിഞ്ഞു. അത് ശരി. 60 വർഷത്തെ പരിചയം അല്ലേ? അത്രയ്ക്ക് പരിചയമായി. അതെ. എന്നെ പിന്നെ എന്നൊരു നീട്ട് വന്നേനാ. അത് പിന്നെ എനിക്ക് വർഷത്തിന്റെ അത് ഇത്രയും വർഷത്തെ കുറച്ച് വർഷമായിരുന്നെങ്കിൽ പിന്നെ എന്ന് പറയാതെ കൂടുതൽ വർഷമായിക്കൊണ്ട് മനസ്സിലായിക്കൊണ്ട്. സാറേ, 1997 മാധ്യമങ്ങൾ സാറിനെ പൊക്കി വിവരിച്ചെഴുതിയൊരു സംഭവമുണ്ട്. എങ്ങനെ പൊക്കി എന്ന് പറഞ്ഞാൽ സാറിന്റെ സംഭവം ബൂസ്റ്റ് ചെയ്തത്. ആ ഫയർഫോഴ്സ് രംഗത്ത് സാറിനെ കുട്ടപ്പൻ എന്ന് പറഞ്ഞ ഒരാളിനെ അത്രമാത്രം ബൂസ്റ്റ് ചെയ്ത ഒരു ന്യൂസ് വന്നത്. അങ്ങനെ ഒരു പറഞ്ഞു കൊടുത്തായിരുന്നു. അതെ, സാർ പറഞ്ഞു കൊടുത്തല്ല, അത് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് സംഭവം എടുത്തതാണ്. അങ്ങനെയാണോ? അതായത് ഒരു കുട്ടിയെ രക്ഷിച്ച സംഭവം. വെള്ളത്തിൽ വീണ ഒരു കുട്ടീനെ സാർ അതിസാഹസികമായിട്ട് രക്ഷിക്കുകയുണ്ടായി. സാർ അതെങ്ങനെയാണ് ആ കുട്ടീനെ എങ്ങനെയാണ് വെള്ളത്തിൽ വീണാനിടയായതും സാർ ആ കുട്ടിയെ രക്ഷിക്കാൻ ഇടയായതും എങ്ങനെയാണ്? ഇടയായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടുന്ന് രാഷ്ട്രപതി കൊണ്ടു തരുമല്ലായിരുന്നു. അതെ, അതാണ് ആ പേപ്പറിൽ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ട്രോഫി അല്ലേ? ഒളിഞ്ഞു പോയിക്കോണം. അതെ. ആ കുട്ടി എങ്ങനെയാണ് സാർ ആ വെള്ളത്തിൽ വീണത്? വെള്ളത്തിൽ വീണത് എങ്ങനെയാണ്? ആ കുട്ടി വെള്ളത്തിൽ വീണു. എന്നിട്ട് അതെന്നാ ചോദ്യം ചോദിക്കണേ? കൊച്ചു വെള്ളത്തിൽ ചാടി എങ്ങനെയാന്ന് എനിക്കറിയാം. ഞാൻ ഓഫീസിലിരിക്കണ എന്നോട് വന്നിട്ട് കൊച്ചു വെള്ളത്തിൽ ചാടി എങ്ങനെയാന്ന് ചോദിച്ചാൽ അങ്ങനെ അതെങ്ങനെ ചെന്ന് ചാടി? ആ കൊച്ചിന് ഒരാവശ്യമില്ല, അവിടെ നിന്ന് കളിക്കേണ്ട ആവശ്യമുള്ളൂ. മനുഷ്യനെ ചുറ്റിക്കാൻ വേണ്ടിയിട്ട് ചെന്ന് വെള്ളത്തിൽ ചാടുക. ആ കൊച്ചി ചെന്ന് ഞാൻ ചെന്ന് നോക്കുമ്പോ കുറെ ആൾക്കാരും ഒക്കെ കുളത്തിന്റെ വെള്ളത്തിൽ കിടക്കുന്നു. ഒരു 8-9 ആള്, ഒരു 10 ആള് വെള്ളമുണ്ട്. എന്റെ അളവ് ഓർമ്മ ശരിയാണെങ്കിൽ 10 ആള് വെള്ളം വരും. 10 ആള് വെള്ളം. ഈ വെള്ളത്തിൽ സാർ അതിസാഹസികമായിട്ട് ഇത്രയും ആൾക്കാർ ചുറ്റി നിൽക്കുമ്പോൾ സാർ അതിസാഹസികമായിട്ട് രക്ഷിക്കാൻ ഇടയായത് എങ്ങനെയാണ്? അങ്ങനെ രക്ഷിക്കാൻ ഇടയായെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇങ്ങനെ ആലോചിക്കുന്നതിന് കുഴപ്പമില്ലോ. അതിനെന്താ സാറിന്റെ വീട്ടില് ഈ സ്റ്റൂളിൽ ഇഷ്ടം പോലെ ഇരിക്കാമല്ലോ, ഇങ്ങനെ വയ്ക്കും ഇടയ്ക്ക്. അതെയല്ല. അപ്പൊ ആ കൊച്ചിങ്ങനെ വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ മറിയുന്ന സമയത്ത് ഒരു 10-500 ജനം ഇങ്ങനെ വന്ന് ചുറ്റും ഇങ്ങനെ നിന്ന് നോക്കിയിരിക്കും. അതെ, ഞാനും ഇതുപോലെ ചെന്ന് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ചു വെള്ളം കുടിച്ചോണ്ടിരിക്കണം. ആരും ഭയക്കുന്ന ആ കുളത്തിലേക്ക് സാർ അതിസാഹസികമായിട്ട് ഈ ചാടാനുണ്ടായ സംഭവം എങ്ങനെയാണെന്ന് അതൊന്നും അല്ല എനിക്ക്. പിന്നെ കൊച്ചിനെ എടുത്ത് കയറി ധീരതയ്ക്കുള്ള അവാർഡും കൊണ്ട് തന്നു, അതൊക്കെ ശരിയാണ്. അതെ. പക്ഷെ ഇപ്പോഴും എനിക്ക് അറിയാൻ പാടാത്ത രസം, എല്ലാവരും നോക്കി കണ്ടോണ്ട് നിന്ന പോലെ ഞാനും ഇടയ്ക്കും എല്ലാവരും തട്ടി മാറ്റി ചെന്ന് നോക്കിയത് ശരിയാണ്. നോക്കി. പക്ഷെ അതിനകത്ത് ഏത് നാറിയാ എന്നെ പിടിച്ച് തള്ളിയിട്ടെന്നാ ഇപ്പോഴും എനിക്കറിയാൻ പാടാത്ത. ശരി സാറ് അങ്ങനെ ആ കൊച്ചിന്റെ കുഞ്ചിക്ക് പിടുത്തം കിട്ടി, ഞാൻ കയറി പോന്നു. ഞാൻ കിടന്ന് ഞാൻ കണ്ടായിരുന്നേ. അപ്പൊ കണ്ടായിരുന്നെങ്കിൽ ഞാൻ കത്തിച്ചു കളഞ്ഞ. എന്തായാലും അത് രാഷ്ട്രപതിയിൽ നിന്ന് വലിയൊരു കിരീടം മേടിക്കാനിടയായി ഭാഗ്യം ഉണ്ടായിരുന്നു സാർ. ഞാൻ കിരീടം ഒന്നുമല്ല, ഇത്രയും പതയോ പതക്കെ
പതക്കോ ഒരു സാധനം സാറേ റിബണെ കെട്ടി തന്ന് ഇവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു പിള്ളേരെ കണ്ടെടുത്തോട്ടു. ശരി സാറേ, നമുക്ക് ഈ പോലീസിൽ ഇപ്പോൾ ആളെ എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു 3-4 വർഷത്തെ ട്രെയിനിങ് ഉണ്ടല്ലോ. അല്ല ഞാൻ ചോദിക്കുന്നത് പോലീസുകാരെ കാര്യം കൂടെ മുണ്ടി പോരുന്നു. അല്ല ഞാൻ ഇതുപോലെ നമ്മളൊരു തൊഴിലിന് പോയി കഴിയുമ്പോഴത്തേക്കും ഉത്തരവാദിത്തമില്ലാതെ അല്ല അതുപോലത്തെ ഒരു ഫയർഫോഴ്സും പോലീസും എന്നൊക്കെ പറഞ്ഞാൽ ഒരേ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ സാർ. അങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഒന്നുമല്ല, ഞങ്ങളുടെ വേറെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് വേറെ. സാറ് ഞാൻ അതല്ലേ ചോദിക്കുന്നത്. സാറിന് ഈ ഫയർഫോഴ്സിൽ എത്ര വർഷം നമ്മൾ അതിന്റെ പീരീഡ് ഉണ്ടല്ലോ, ഇത്ര വർഷം ട്രെയിനിങ് പീരീഡ് ഉണ്ടല്ലോ, അത് സാറിന് എത്ര വർഷമാണ് സാറിന്റെ ട്രെയിനിങ് പീരീഡ്? ഒരു ട്രെയിനിങ് ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇതേ ഉള്ളൂ. ഏത് ട്രെയിനിങ് ഇല്ലാത്ത ഒരു ഇത് ഫയർഫോഴ്സേ ഉള്ളൂ. ട്രെയിനിങ് ഇല്ല, ഒരു ട്രെയിനിങ് ഇല്ല. പോലീസിന് വേണ്ട ഒരു 4 മാസം 4 കൊല്ലോ നോക്കാം അവിടെ ചെന്ന് കിടന്ന് വെടിവെക്കുവോ കയറക്കറ്റോ മല. അല്ല ഞാൻ ചോദിക്കുന്നത്, ഒരു 50 നില കെട്ടിടത്തിന്റെ മുകളിൽ പെട്ടെന്ന് തീ പിടിച്ചു കഴിഞ്ഞാൽ അതിസാഹസികമായിട്ട് അതിന് മേളിൽ കയറി ആ തീ അണയ്ക്കണമെങ്കിൽ അത് ട്രെയിനിങ് ഇല്ലാതെ അല്ല. ട്രെയിനിങ് അതല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു സ്ഥലത്ത് കുറച്ച് തീ കത്തി കഴിയുമ്പോഴത്തേക്കും എൻ്റെ കൊച്ചോ എൻ്റെ മാന ഒരു എന്നാ ചെയ്യും, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ആ തീ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ തീ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം സംഘടിപ്പിച്ച് വെള്ളം തീ അണയ്ക്കാൻ ചെയ്യല്ലേ? അത് ഞാനാണെങ്കിലും ചെയ്യും. ഒരു നഴ്സറി പഠിക്കുന്ന കൊച്ചാണെങ്കിൽ തീ കണ്ടു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കും, അല്ലെങ്കിൽ മണൽ വാരിയിടും. അതിന് മാത്രമല്ല ട്രെയിനിങ്ങിന്റെ ആവശ്യം. ഇതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കണ കഥയും കവിതയല്ലേ ഇത് സാറേ? ഒരാവശ്യമില്ല, ഒരു കാര്യമില്ലാത്ത കാര്യം അത്. ചുമ്മാ അങ്ങോട്ട് ചെല്ല, അവിടെ ചെന്ന് കയറുക, ഫയർഫോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഇത് എടുത്തു തരും. ഇതെടുത്തിട്ടുണ്ട് അങ്ങ് നമ്മുടെ പണി വെച്ചാൽ മതി. ഈ സേഫ്റ്റി ഷൂസ് ഒക്കെ ഇടുന്നതിൻ്റെ ഷൂ ഒക്കെ എണ്ണത്തിനിടണ. ഇതിപ്പോൾ എപ്പോഴും തീ കത്തുമ്പോഴല്ലേ വിളിച്ചു പറയണത് തീ കത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഷൂ ഇട്ടോണ്ട് ചോദിക്കും, അത് അണയ്ക്കാൻ പോകും. ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചു. ഷൂ ഇടണമെന്നും വല്ല നിർബന്ധമില്ല, ഒരു ആവശ്യമില്ല സാർ. ഈ 50 നില കെട്ടിടത്തിന്റെ മുകളിൽ ഇപ്പോൾ തീ പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാറിന്റെ ഒക്കെ ഈ ഫയർഫോഴ്സിന്റെ വണ്ടി ഉണ്ടല്ലോ, ലോറി. ഈ ലോറി വന്നിട്ട് നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഈ 50 നില കെട്ടിടത്തിന്റെ മേലെ ഏറ്റവും ടോപ്പിലാണ് തീ പിടിക്കുന്നത് കരുതി. അപ്പൊ അങ്ങനെ ഒരു 50 നില കെട്ടിടത്തിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അത് നമ്മൾ എങ്ങനെയാണ് അത് 50 നില കെട്ടിടത്തിൽ തീ പിടിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്റെ വൈഫിന്റെ അനിയത്തിയുടെ ഒരു കൊച്ചുണ്ട്, അവനെ വിളിച്ചോണ്ട് വരും. അല്ല, അവൻ ഈ 50 നില കെട്ടിടത്തിന് തീ പിടിക്കണ കണ്ടിട്ടില്ല. ആദ്യം അതുകൊണ്ടാ കാണിച്ചു, അവന്റെ ആഗ്രഹം സാധിച്ചോട്ടെ, കത്തട കത്തി പോട്ടെ, നമുക്ക് സാറേ. നമ്മുടെ വേൾഡ് ട്രേഡ് സെന്റർ തീ പിടിച്ചല്ലോ. തീ പിടിച്ചായിരുന്നോ? സാറ് അഭിമുഖത്തിൽ പറയുണ്ടായല്ലോ, വേൾഡ് ട്രേഡ് സെന്ററിന് തീ പിടിച്ച സമയത്ത് സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ തീ അണച്ചാനെ എന്ന് ഒരു അഭിമുഖത്തിൽ സാർ പറഞ്ഞു. ആരോ എഴുതി കുറിച്ചോണ്ടൊക്കെ പറയണോ? അല്ല, എല്ലാ ചാനലുകളും അത് കാണിച്ചതാണ്. എല്ലാ ചാനലുകളും ആ പ്രോഗ്രാം കാണിച്ചിരുന്നതാണ്. സാറ് ഇത് കണ്ടോണ്ടിരുന്നപ്പോൾ സാറ് പറഞ്ഞു, സാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതിന് തീ പിടിക്കില്ലായിരുന്നു, ആ തീ അണയ്ക്കാമായിരുന്നു എന്ന് സാർ പറയും. അതെ 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 സാർ, എന്താണ് അതിന്റെ സൂത്രവാക്യം? അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കഴിയുന്ന പോലെ അണച്ചാനെ എന്ന് സാർ പറഞ്ഞു. അതെ, ഞാൻ അവിടെ ഉണ്ടാവണ്ടേ? അതെ, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടാക്കാറുണ്ട് സാറ്. പക്ഷെ ഉണ്ടാവണം. അമേരിക്കയിൽ പക്ഷെ ഉണ്ടായിരുന്നില്ല. അമേരിക്കയിൽ ഉണ്ടായിരുന്നില്ല വേൾഡ് ട്രേഡ് സെന്ററിന്റെ അവിടെ ഉണ്ടായില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഉണ്ടായിരുന്നു. അതാ ഉദ്ദേശിച്ചത്. ഉണ്ടായിരുന്ന പോലെ ആയാലേ. അതെന്താ അങ്ങനെ ഉണ്ടാകാൻ പറ്റിയില്ലോ, ഉണ്ടാകാൻ പറ്റാത്ത ഇതില്ല. അതൊന്നും വേണ്ട, അത് തൂത്ത ഭാഷയാണ്. ശരി, ആദ്യം പറഞ്ഞിട്ട് അത് എനിക്ക് ധൃതിയുണ്ട്, പെട്ടെന്ന് ചോദിക്കാൻ. ഈ ഫയർഫോഴ്സിന്റെ വണ്ടിയുടെ പിന്നില് രണ്ടുപേരും ഇങ്ങനെ തൂങ്ങി പിടിച്ചു പോകുന്ന കാണാൻ. അതെന്താണ് അതിന്റെ സംഭവം? പിന്നെ മണിയൊക്കെ അടിച്ചു. അതെ, അല്ല ഇവര് തൂങ്ങി അകത്ത് ഇരിക്കാൻ അടയണ്ടല്ലോ, പിന്നെ ഇവര് പിന്നിൽ ഇങ്ങനെ പിടിച്ചോണ്ട് പോകുന്നതിന്റെ സംഭവം അത് എന്താന്ന് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. കഥയൊന്നുമില്ലെന്നേ. അതിപ്പോ എന്നാ ഇമാരൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് ചീട്ടുകളിയായിരിക്കും. അപ്പൊ ഈ ഓഫീസിൽ എപ്പോഴും ഇരിക്കുന്ന ഞാനാണല്ലോ. അപ്പം ഞാൻ വണ്ടി എടുക്കുമെന്ന് പറയും. ആ വണ്ടി എടുക്കുമ്പോഴത്തേക്കും അന്നേരം ഇമാൻ ഈ മണിയുടെ വെച്ചായിട്ടുണ്ട് ഇമാൻ അറിയണേ. അവർ ഓടി വന്ന സമയത്ത് ആ കിട്ടണെടുത്ത് കിടന്ന് തൂങ്ങി കിടക്കും. ചില കല്യാണ വണ്ടി കാണാൻ പറ്റില്ലേ, സ്ഥലം ഉണ്ടായിട്ടും ആ പിള്ളേർ വെറുതെ പെണ്ണുങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അല്ല തൂങ്ങി കിടന്നു. അല്ല, ഈ തൂങ്ങി കിടക്കുന്ന ആൾക്കാർ അത് എന്തെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ജോലി കിട്ടണം, ഇങ്ങനെ തൂങ്ങി കിടക്കാനായിട്ട് എന്തെങ്കിലും ജോലി കിട്ടണമെങ്കിൽ അതിന് എന്തെങ്കിലും മുൻ പരിചയങ്ങൾ എന്തെങ്കിലും വേണം. അങ്ങനെയുള്ളവർക്ക് ജോലി കിട്ടുമോ ഈ തൂങ്ങി കിടക്കൽ? പിന്നെ ഒന്നുമില്ല, വെറുതെ തൂങ്ങി കിടക്കണം. അതെയോ? വെറുതെ ഒരു തൂങ്ങി കിടക്കും. അനുഭവ പരിചയം? ഒരു അനുഭവമില്ല. ഈ മണി അടിക്കുന്ന സംഭവം ഈ വണ്ടിയിൽ ഇങ്ങനെ പോയി അതെന്താണ്? ഡ്രൈവർ അവിടെ ഇരുന്ന് ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പുറം ഇരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ചിലർ ഇങ്ങനെ തീപ്പെട്ടിക്കുള്ളി എടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യും, സിഗരറ്റ് കത്തിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. പെട്ടെന്ന് മണി ഒരു വള്ളി കിടക്കണോ അതേ പിടിച്ചിങ്ങനെ. പക്ഷെ ഇതിന് നമ്മൾ എപ്പോഴും ഈ പള്ളിയിൽ മണി അടിക്കുന്ന ആളല്ലേ, അവർക്ക് ഇതിന് ചാൻസ് ഉണ്ട്. കപ്പിയായിരുന്നു അവർ വരുവാണെങ്കിൽ നേരെ ഡ്രസ് പെട്ടെന്ന് ചാൻസ് ആണ്. അവർക്കൊരു ഒന്ന് ചോദിക്കുവാനേ ഇല്ലില്ല, എടുത്തിട്ടോ പോകോ അടിച്ചോ. സാറിന്റെ ഇത്രയും വർഷത്തെ ഫയർഫോഴ്സ് ജീവിതത്തിനിടയിൽ
മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം? മറക്കാനാവാത്ത ഒരു സംഭവമുണ്ട്. എന്താണ്? പക്ഷെ അത് മറന്നുപോയി. മറന്നുപോയി. അല്ല, അതൊന്നുകൂടെ സ്മരണയിൽ നമ്മുടെ ഓഡിയൻസിന്, നമ്മുടെ പൊതുജനങ്ങൾക്ക് ഓർത്തോണ്ട് വരുമ്പോഴത്തേക്ക് മറന്നു. നമ്മൾ ഈ ഓർത്തോണ്ട് വരുമ്പോഴത്തേക്ക് മറന്നു പോകണ സംഭവം എന്നെ എത്ര പറയണേ? ഓർക്കാത്ത സാധനം ഓർത്തു എന്ന് പറഞ്ഞാൽ ഓർത്തും കൂടെ ഓർക്കണോ? ഓർത്തോ? ഒരു ഓർക്കേണ്ട ആവശ്യമില്ല. ഓർക്കാവോ? വേറെ ഉണ്ടോ? ഓർത്തോന്നൂടെ ഒന്നും ഓർക്കണ്ടേ? ഇതിന് ചുമ്മാ നമ്മളിങ്ങനെ ഓർക്കണം. സാറേ, കഴിഞ്ഞ ആഴ്ച ആലുവയിൽ തെങ്ങിന്റെ മേളിൽ ആത്മഹത്യ ചെയ്തല്ലോ, രാഘവൻ ചേട്ടൻ എന്ന് പറഞ്ഞ ആത്മഹത്യ ചെയ്തില്ലല്ലോ. അല്ല, ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതെ, അടുത്ത ഏതായിരുന്നു? എപ്പോഴോ അത് തന്നെ. അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫയർഫോഴ്സിന് സാറും സാറിന്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരും കൂടെ, പിന്നെ ഞങ്ങളത് അവിടെ ഫോൺ വിളിച്ച് പറഞ്ഞത് ഞാൻ അന്നേരം ഉണ്ടായിരുന്നു. അതെ, അവരെ തന്നെ ഞങ്ങൾ പോയത്. അതെ, അദ്ദേഹത്തെ രക്ഷിച്ച് നിങ്ങൾ സ്റ്റേഷനിൽ കൊണ്ട് പോലീസിൽ കൊണ്ട് കൊടുത്തു. അതിന്റെ തൊട്ടു പിന്നാലെ വീണ്ടും ഒരു 2 ഫയർഫോഴ്സിന്റെ വണ്ടി ചെന്ന് വീണ്ടും ആ സ്പോട്ടിലോട്ട് ചെല്ലേണ്ട കാര്യം എന്താ ഉണ്ടായില്ല? അതെന്താണ്? അത് മറ്റേ ഈ തെങ്ങ കയറിയവനെ ഇറക്കാനായിട്ട് ഒരു 3 ഫയർഫോഴ്സുകാർ കയറിയല്ലോ. അതെ, അവന്മാരെ ഇറക്കാനായിട്ട് 16 വരെ കൊണ്ടായിട്ട് വന്നു. ഈ താഴെ ഇറക്കാനായിട്ട് നമ്മുടെ ആൾക്കാരൊക്കെ. പിന്നെ ഒരു ഇതുമില്ല. അതല്ല വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ നടക്കണ ലാല പഠിച്ച പിള്ളേരെ പിടിച്ചാണല്ലോ ഇതിനകത്ത് ആക്കണേ. അപ്പൊ ഒരു പരിചയവും ഇല്ലായിരിക്കും. ഒരു തെങ്ങ കയറാനോ ഒരു കങ്ങ കയറാനോ ഒക്കെ പഠിക്കണ്ടേ? അതിനൊന്നും ഇല്ലല്ലോ. വന്നതേ ഇത് എടുത്തിട്ട് വരുമല്ലേ. പിന്നെ ഇത് പ്രത്യേകിച്ച് അലക്കേണ്ട ആവശ്യമില്ല. നമ്മള് ഇപ്പൊ കുളത്തിൽ ചാടി ഒരു താരത്തിനെ പൊക്കാനായിട്ട് പോവാണെങ്കിൽ നമ്മൾ എടുത്തിട്ട് ചാടും. വാഷ് ചെയ്തു കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഉണങ്ങി വൃത്തിയായി. ഇങ്ങനെ തന്നെ ഇതുണ്ടല്ലോ. ഇന്നലെ വന്നിട്ട് ഊരിട്ടില്ല, മാത്രം ഊരുപോയി. സാർ, ഈ കളമശ്ശേരിയിൽ ഞാൻ എറണാകുളത്ത് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ബുധനാഴ്ച എറണാകുളം നോർത്തിൽ ഞാൻ നിൽക്കുമ്പോൾ. ബുധനാഴ്ചയാണോ? കഴിഞ്ഞ ബുധനാഴ്ച കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നത്. സമയം ഒത്തിരി ആയി പോയാലോ? അല്ലല്ലോ, പോലെ ഈ ഒറ്റ ചോദ്യം കൂടി. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ എറണാകുളം നോർത്തിൽ നിൽക്കുമ്പോൾ എറണാകുളം നോർത്ത് പാലത്തിന്റെ മേളിൽ കൂടെ ഈ വണ്ടി, നിങ്ങളുടെ വണ്ടി സാറിനെ ഞാൻ കണ്ടിരുന്നു. അതിവേഗത്തിൽ മണിയടിച്ച് അതിവേഗത്തിൽ ഏകദേശം ഒരു 8:55 ആയിട്ടുണ്ട്. രാത്രി ഒരു 8:55. അതെന്താ ഈ കളമശ്ശേരി ഭാഗത്ത് തീ പിടിച്ചതാണ്? എന്താ സംഭവം? അതെന്താണ്? അത് തീയൊന്നും പിടിച്ചല്ല, ആരും ചത്തുവല്ല. മറ്റേ എടപ്പള്ളിയിലെ ബീവറേജ് അടച്ചു. അതിന് മുമ്പ് ഫുള്ള് മേടിക്കാൻ പോയാടാവും. അടയ്ക്കാൻ തുടങ്ങുന്നത്. പിന്നെ കാലെ കയ്യെ വീണ് ഒരെണ്ണം തന്ന് അങ്ങനെയൊക്കെ ഒപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഈ ഫയർഫോഴ്സിലെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ സുഖമുള്ള ജോലിയാണ്. ഭയങ്കര നല്ല സുഖമാണ്. വെറുതെ എങ്ങനെ ഇരിക്കാം. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലയിടത്ത് ചിലവന്മാരൊക്കെ ചാടി കത്തിപ്പോവും. അത് നമ്മൾ സൂക്ഷിച്ചില്ലേ നമ്മൾ കത്തിപ്പോവും. നമ്മൾ ഇവിടെ 2 പേര് കത്തിപ്പോയില്ലേ? അവര് വെറുതെ നിന്നപ്പോൾ കത്തിപ്പോയി. അത് അശ്രദ്ധയാണ് അല്ലേ? അല്ല, വെറുതെ ഓഫീസിൽ ഇരുന്നപ്പം വെറുതെ തീ പിടിച്ച് കത്തിപ്പോയി. അത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് തീയൊക്കെ വരുമ്പോൾ നമ്മൾ നോക്കിയും കണ്ട് നിൽക്കണ്ടേ? അത് നമ്മൾ കാച്ചവെള്ളത്തിൽ ചാടിയ പൂച്ചവെള്ളം പൂച്ചവെള്ളത്തിൽ അത് അങ്ങനെ കണ്ടൊരു സംഭവം. കാച്ചവെള്ളത്തിൽ ചാടിയ പൂച്ചവെള്ളം കാച്ചിന്ന്. അതെ. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കൊണ്ടുവരുന്ന വെള്ളം തികയുന്നില്ല എങ്കിൽ, ഇപ്പം ഈ വെള്ളം നിങ്ങൾ കൊണ്ടിരുന്ന ആ വണ്ടിക്കകത്തുള്ള വെള്ളമല്ലേ ഉള്ളൂ. അതെ. ആ വെള്ളം തികയാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവിടെ കിടന്ന് കത്തിക്കോട്ടെ എന്ന് വിചാരിക്കുമല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കിടന്ന് കത്തിപ്പോവുള്ളൂ. നമ്മളൊരു ലിമിറ്റുണ്ട്. എക്സാമ്പിൾ സാറിന്റെ വീടാ കത്തുന്നെങ്കിൽ? എൻ്റെ വീട് അങ്ങനെ കത്തുകയല്ലോ. എന്താണ് ഞങ്ങൾ തീ കൂട്ടാറില്ല വീട്ടിൽ. കത്തുകയല്ല. ചുമ്മാ നീ ആവശ്യമില്ലാത്ത ചോദ്യമൊക്കെ ചോദിക്കരുത്. നമുക്കുള്ളത് ചോദിച്ചാൽ പോലും. സാറിനപ്പോൾ ധൃതിയാണ്. വെറുതെ എനിക്ക് പോകണം, ഡ്യൂട്ടിയൊക്കെ അല്ലേ. അവസാനമായിട്ടൊരു ചോദ്യം ചോദിക്കാം. എൻ്റെ അവസാനം? എൻ്റെ അവസാനമല്ല. എൻ്റെ ആണോ? അല്ല, ഞാൻ അവസാനം നമ്മുടെ ഈ അഭിമുഖത്തിൽ തീർക്കാൻ പോകണം. അതെ. ഈ ഡേഞ്ചറസ് ചാനലിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോകും. ചോദിച്ചോ. സപ്പോസ് ഈ മുറിയിൽ പെട്ടെന്ന് തീ പിടിക്കുകയാണെങ്കിൽ ആരവിടെ? എന്നാ തീ? അല്ല, ഇവിടെ തീ പിടിക്കുന്ന ഞാൻ ഒരു സങ്കല്പം പറഞ്ഞാണ്. അങ്ങനെയൊക്കെ പെട്ടെന്ന് കയറി തീന്നൊന്നും പറയല്ലേ. ഞാൻ ഒരു മറ്റേ ഉദ്യോഗസ്ഥനല്ലേ? അതെ. അങ്ങനെയൊക്കെ പറയാവോ? അത് അങ്ങനെ ഞാൻ പിടിച്ചു ഇത് കടത്തൂല്ലോ. കെടുത്തുന്ന കാര്യം അങ്ങനെ അത് ചോദിക്കേണ്ട രീതിയിൽ പെട്ടെന്ന് ഈ റൂമില് ഇവിടെ തീ പിടിക്കുമെന്ന് വെച്ചു. ഇവിടെ ഒന്നും തീ പിടിക്കുകയല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അല്ല, അങ്ങനെ തീ പിടിക്കുന്നത് ഞാൻ അങ്ങനെ ഒരു സങ്കല്പം പറഞ്ഞു പ്രേക്ഷകർക്ക് വേണ്ടി. ഇപ്പൊ നമ്മളിവിടെ പെട്ടെന്ന് തീ പിടിക്കുന്നു. ഈ തീ പിടിക്കുമ്പോൾ സാർ എങ്ങനെയാണിത്? അതാ ചോദിച്ചത്. ഇപ്പൊ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ തീ അണയ്ക്കുന്നത്? അതിപ്പോ നിങ്ങളുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊന്ന് പറയണം. അതല്ലേ സംഭവം. നിസ്സാരമല്ലേ ഉള്ളൂ, നിസ്സാര ഒരു സംഭവം ഉള്ളൂ. ഇപ്പൊ തീ ഇപ്പൊ ഇവിടെ എന്നെ ഇപ്പം ഇതിന് തീ പിടിക്കും. ശശി, ഭാര്യയുടെ ആങ്ങളെ എന്റെ കൂടെയാണ്. ഒരു പണിയില്ല, വെറുതെ നടക്കുക. കണ്ടോണ്ടിരിക്കുകയാണ്. ആ ഓസ് നമ്മുടെ ഇതൊക്കെ ഓസൊക്കെ പെട്ടെന്ന് വേണേ. ഇനിയിപ്പോ ഇത് ചെയ്ത് കാണിച്ചു കൊടുത്തില്ല. നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് തീ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ
ഇതിന് തീ പിടിക്കും. ഇതിപ്പോ ഒരു ചെറിയ അറിയാമല്ലോ. അതെ. നമ്മുടെ മറ്റേ ഫയർ അതിന്റെ ഓസ് എന്ന് പറഞ്ഞ ഒരു വണ്ണം കാണും. അതെ. അത് തുണി പോലെ ഇങ്ങനെ മടക്കി വെക്കാം. ആ വെള്ളം വരുന്നതനുസരിച്ച് വീർത്ത് അതാ ഏറ്റവും രസം. അപ്പൊ ഈ വെള്ളം ടാങ്കിൽ നിന്ന് ഇങ്ങനെ തുറന്നു വിടുന്ന സമയത്ത് അതിങ്ങനെ നിവർന്നിങ്ങനെ ഈ പാമ്പ് വരുമ്പോ ചിരിച്ച് അത് കാണുമ്പോ ഞാൻ കിടന്ന് ചിരിക്കുന്നത്. ഈ അനാക്കോണ്ട സിനിമ കാണുന്ന ഒരു പ്രതീതിയാണ് ഈ സാധനം വെള്ളം കൊന്നുമ്പോ വീർത്ത്. അനക്കോണ്ടോന്നോ? മറ്റേ പാമ്പിന്റെ അതുപോലെ അതെന്തോ ആയിക്കോട്ടെ. നമ്മളിപ്പോ കാട് കയറിപ്പോയി ഇപ്പൊ നമ്മള് ഇത് ഇതല്ലേ, അപ്പൊ ഇതിന്റെ മറ്റേ തലയില്ലേ, ആ തല പൈപ്പിലേക്ക് കടുപ്പിച്ചു നോക്കോ. അപ്പൊ ഇപ്പൊ എന്നെ ഇവിടെ ഒന്ന് കത്തിക്കണേ. അപ്പൊ ഇത് കത്തിച്ചു. ഇത് കത്തൂല്ലോ. ഇത് ചെറിയ സാധനം കത്തിക്കാൻ പറ്റിയപ്പം അല്ല കുഴപ്പമില്ല. ഏതാ? അയ്യോ എന്താണ്? അല്ല കുഴപ്പമില്ല. ഇത് നമുക്കിപ്പോ ഞാനല്ലേ ഇരിക്കുന്നത്. അല്ല അത് ഇത്രയും വലിയൊരു ഉദ്യോഗസ്ഥരിക്കുമ്പോൾ അവിടെ അല്ല അതെന്തിനാണ് നമുക്ക് പ്രോപ്പർട്ടീസ് ആയിട്ട് വേറെ എന്തെങ്കിലും ഉപയോഗിച്ചാൽ ഇതൊക്കെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അത് നമ്മുടെ മൊത്തം റിപ്പോർട്ടാണ് അതിന്റെ. ആയിക്കോട്ടെ ഒരു പക്ഷേ ഇത് കുഴപ്പമില്ല. ഞാനല്ല പറയുന്നത്. ഇതിപ്പോ ഇതും കൂടെ ഇരുന്നോട്ടെ, എൻ്റെ കൂടെ റിപ്പോർട്ട് ഇരുന്നോട്ടെ. അല്ല ഇതിപ്പോ എന്നാ ചെയ്യാനാണ്? അല്ലെന്നേ അത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നിസ്സാരമായിട്ട് നമ്മളിപ്പോൾ ഒരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് വില കൊടുപ്പുള്ള ഒരു സാധനമായത് എന്ന് എനിക്ക് മനസ്സിലായി. അതെ. ഇപ്പം നമ്മളൊരു തീപിടുത്തം ഉണ്ടായി കഴിഞ്ഞാൽ തീപ്പെട്ടി ഇല്ലേ? ഉണ്ടോ? ഉണ്ട്. ഇപ്പം നമ്മൾ അല്ല അത് കത്തിക്കരുത്. അല്ല കുഴപ്പമില്ല. അല്ല ഞാൻ പറഞ്ഞതേ നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുക. ഞാനല്ലേ ഇവിടെ ഇരിക്കണേ. അങ്ങനെ കൂടെ ഇത് പറഞ്ഞ് ഇതുണ്ടോ? അല്ല സാർ അത് ഞാൻ പറഞ്ഞ ഇത് എൻ്റെ മനുഷ്യൻ നിങ്ങൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ല. ഞാനല്ല പറയുന്നത്. ഇത് സ്ക്രിപ്റ്റ് അല്ല അതെന്ത് സ്ക്രിപ്റ്റാണ് ഞാൻ പറയാം. പറയട്ടെ. അത് ഇല്ലെന്ന് നിങ്ങൾ പേടിക്കണ്ട. ക്യാമറ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇത് കത്തട്ടെ. ഞാൻ അല്ലല്ല ഞാൻ ഇല്ലെന്ന് പേടിക്കല്ലേ. എന്റെ കൊഞ്ഞ ഇത് കണ്ടോ? മൊത്തം കത്തി പോകുന്നുണ്ടോ? കത്തുന്നില്ല. കത്തട്ടെ. ഇത് കണ്ടോ? ശശി ആ പൈപ്പ് വെള്ളം തുറന്നു വിടോ. പൈപ്പ് തുറക്കും. പൈപ്പ് തുറക്കും. അയ്യോ അത് മൊത്തം ദൈവമേ ആരോട് പോയി പറ തുറക്കടാ. ശശിയെ തുറന്നില്ല. മുനിസിപ്പാലിറ്റി പൈപ്പല്ല, ഇതിനകത്ത് വെള്ളമില്ല. നിന്നെ ഓന്ത് കടിച്ച് ചാവൂടാ. കണ്ടോ? വെള്ളമില്ലാത്ത സമയത്ത് ഇങ്ങനെയും കിടത്താം.